ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോവാം കേട്ടോ. ഓൾമോസ്റ്റ് 1 ഇയറിന് ശേഷം ലാസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് പറയണത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15-നാണ്. ഇന്ന് ഓഗസ്റ്റ് 16-ആണ്. ഞങ്ങളപ്പോൾ കാണാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കാണാനായിട്ട് ആക്ച്വലി ജൂൺ തൊട്ട് പ്ലാൻ ചെയ്യണതാണ്, പക്ഷേ സാഹചര്യവശാൽ ഇപ്പം മാത്രമേ നടക്കുന്നുള്ളത്. ഇന്നലെ രാത്രി വരെ ആക്ച്വലി ഞാൻ അനങ്ങാൻ വയ്യാണ്ട് തുമ്മലും ജലദോഷമൊക്കെ പിടിച്ച് കിടന്നു. രാത്രിയായപ്പോൾ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ ഞാൻ പോകാനുള്ള റീസൺ തന്നെ ഇന്ന് എനിക്ക് ഇവരെ കാണാൻ പോകണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. പോയി ഞാൻ മരുന്നൊക്കെ മേടിച്ചിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ എണീറ്റ് നിൽക്കണം. രാവിലെ ജിമ്മിലും പോയി എണീറ്റ് നിൽക്കണതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഫുൾ കിടപ്പായിരുന്നു. ഇന്നലത്തെ എൻ്റെ അവസ്ഥ അത്രയ്ക്ക് ദാരുണമായിരുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. ഒട്ടും വയ്യായിരുന്നു. എന്നിട്ടും പിന്നെ ജിമ്മിൽ പോയി ഫുൾ വിയർത്തുകൊണ്ട് പിന്നെ തലയും കഴുകി തുമ്മി ഞാൻ മരിക്കാറായി. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ടും പിന്നെ കയറി കുളിച്ച് വിയർത്ത് ഒരുമാതിരി മുടി ഫുൾ ഒട്ടിപ്പിടിച്ച് വല്ലാത്ത കൊലത്ത് ഇരുന്നുകൊണ്ട് ഞാൻ കയറിയും കുളിച്ചു. ഇനി ഒരുങ്ങണം. 10:30 ഈ സ്പോട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞു. മണി ആക്ച്വലി 10:15. ഞാൻ ഇപ്പോഴും ഇവിടെ പോലും ചെയ്യാണ്ട് നിൽക്കണതേ ഉള്ളൂ. ഇനി ഒരുങ്ങി ഇന്നലെ ഞാൻ പോയി കടയിൽ നിന്ന് എനിക്ക് ഓണത്തിനുള്ള സാരിയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കടയിൽ നിന്ന് എടുക്കണം. അമ്മയുടെ കടയിൽ നിന്ന് അതിനെ എടുക്കണം. ബില്ലിട്ടില്ല. ഇന്നലെ കട അടച്ചുകൊണ്ട് പിന്നെ ബില്ലിടാൻ പറ്റിയില്ല. എല്ലാം ഓഫ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ട് അമ്മ പറഞ്ഞ് രാവിലെ ഇടാമെന്ന്. അപ്പോൾ അതിന് കടയിൽ നിന്ന് പോയി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. കടയിൽ പോയിട്ട് വേണം ഈ സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി. ഞാനും അമൃതയും കൂടിയിട്ടാണ് പോണത് സ്കൂട്ടറിൽ. ആദ്യം അവിടെ കാണും. അപ്പം അവരെ കാണാൻ പോകാൻ ഞാൻ ഒരുങ്ങിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ജൂണിൽ കാണണം എന്ന് അത്രയേ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും ആലപ്പുഴയാണ്. ഒരാൾ ക്യുസാറ്റിലാണ്, ഒരാൾ അതുപോലെ തന്നെ കോളേജ് ഏതാന്ന് പറഞ്ഞുകൂടെ, പക്ഷെ അവളും ആലപ്പുഴ തന്നെയാണ്. അപ്പം അവർ വെക്കേഷൻ വരുമ്പോഴത്തേക്കും അവർക്ക് വെക്കേഷൻ ആകുമ്പോൾ എനിക്ക് വെക്കേഷൻ അല്ലായിരിക്കും. അവരിവിടെ ഉള്ളപ്പോൾ എനിക്ക് അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്തായാലും രണ്ടുപേരും 3 ദിവസം ഒരുമിച്ച് അവധി കിട്ടിയോണ്ടായിരിക്കും നാട്ടിലുണ്ട്. ഇന്ന് ഞാൻ നല്ലോണം ലേറ്റായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇറങ്ങുമായിരുന്നു. പക്ഷേ ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് ജിമ്മിൽ നിന്നപ്പോൾ തന്നെ നല്ല മഴ വേണമുണ്ടായിരുന്നു പുറത്ത്. മഴ നനയാനുള്ള ആവതില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. പതിയെ ചെയ്തുകൊണ്ട് നിന്ന് 9 മണി കഴിഞ്ഞപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ പകുതി വഴിക്കെത്തിയപ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് വാഴയ്ക്കിടാൻ വേണ്ടി വളം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിന് പോയി. അങ്ങനെ പോയാണ് ഞാൻ പിന്നെ ലേറ്റായിപ്പോയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ കടയിൽ ചെന്ന് ഡ്രസ്സും എടുത്ത് ഇറങ്ങിയേനെ. അയ്യോ എൻ്റെ മൂക്കിൻ്റെ അകത്തൊക്കെ എന്തോ ഇങ്ങനെ കിടന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഞാൻ ഓൾമോസ്റ്റ് ഒരുങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ചുമയും ജലദോഷം വരുന്ന സമയത്ത് കണ്ണ് ഭയങ്കരമായിട്ട് ചൊറിയും. അപ്പം ഞാൻ എന്ത് ചെയ്യും, കണ്ണിട്ട് തിരുമ്മി കണ്ണിൻ്റെ താഴെ മുകളിലൊക്കെ ഫുൾ മുറിഞ്ഞിരിക്കുക. എൻ്റെ മണ്ടയിൽ കൂടെ ഐലൈനർ എഴുതിയപ്പോഴത്തേക്കും കണ്ണ് നീറണ്. താഴെയോ അതിൻ്റെ തട്ടിയപ്പോൾ ഇവിടെ എല്ലാം മുറിഞ്ഞിരിക്കുക. ആക്ച്വലി തൊടാൻ വയ്യാത്തവരെ എനിക്ക് നീറ്റല്ല ശരിക്കും. എൻ്റെ മണ്ടയിൽ കൂടെ ഐലൈനറും കൂടി എഴുതിയപ്പോഴത്തേക്കും ഫുള്ള് പുകയും നീക്കി. അപ്പോൾ അതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇറങ്ങണം. സമയം 10:30 കഴിഞ്ഞ്. ഇനി വേഗം പോകണം. കടയിൽ വന്നത് ആ സാരിയൊക്കെ എൻ്റെ എടുത്തിട്ട് ഇറങ്ങി 11 മണിയായി. പിന്നെ കൊല്ലത്തുള്ളവന്മാർ ബൈ ഗൈസ്. അപ്പം പോയിട്ട് വരും. ഞങ്ങളിത് അങ്ങനെ RK വെഡ്ഡിങ് മോളിൽ എത്തിയിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല. ഒരെണ്ണം ഞങ്ങളെ അകത്ത് ഉണ്ട്. അപ്പം അവിടെ പോയി തപ്പട്ട്. ഒരു ഷർട്ട് നോക്കാൻ കയറിയതാണ്. അവൾ 2 മണിക്കൂർ ട്രയൽ റൂമിൻ്റെ അകത്ത് നിന്ന് തയ്ച്ചുടുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി. അപ്പം അതാ അടുത്ത അച്ഛൻ്റെ ഷർട്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. അണ്ണാച്ചി ബിസി ഫോൺ. അവസാനം എന്താ ഡ്രസ്സൊക്കെ ഒരു വിധത്തിൽ എടുത്തിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഞാനൊരു ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നത് അവൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഗൈസ്. ചേരണുണ്ട്, കൊള്ളാം. ഇത് റെനയുടെ ആണോ? ഞാൻ പുതിയത് മേടിച്ചതാ. ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഇനി പോയി ബില്ലിട്ട് സാധനം മേടിച്ചിട്ട് ഇറങ്ങണം. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലേ? എനിക്ക് 1.5 മണിക്കൂർ ട്രാവലുണ്ട് കുട്ടനാട്ടിൽ. എനിക്ക് തന്നെ ആലപ്പുഴയിൽ 40 മിനിറ്റിന് എത്ര? ആലപ്പുഴ ബസ് സ്റ്റാൻഡ്. ഓ, ഞാൻ വിചാരിച്ച് നിനക്ക് ഇവിടെ അടുത്ത് കടയിലത്തെ സാധനങ്ങളൊക്കെ ഇതാ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് കഴിച്ച് എൻ്റെ വണ്ടി അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് നല്ല ഫുഡ് സ്പോട്ട് ആയിട്ടുണ്ട്. അറിഞ്ഞൂടാ. അതെ, അറിഞ്ഞൂടാ. ഞങ്ങളിവിടെ ഫുഡ് വീട്ടിൽ നിൽക്കുകയാണ്. വിശന്നിട്ട് വയ്യ എങ്കിലും ഇവിടെ ഒരു കടയുണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. ഇതിൽ കയറുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഭയങ്കര വിലയാണ്, ഭയങ്കര തിരക്കായിരിക്കും. എന്റെ പച്ചക്കറി ഇവർ കൊടുക്കും. പറയുന്നത് ആര്യാസിൽ പോകാൻ വിഗ്രഹങ്ങളുടെ തിരക്കിലാണ്. ഇത് നോക്കാം. നമുക്ക് ഒരു തട്ടട നാരങ്ങയുള്ള പപ്സ് കഴിച്ചിട്ട് പോയാൽ തട്ടടങ്ങി പച്ചക്കട തട്ടടില്ലല്ലേ? അറിഞ്ഞൂടാ. ആലപ്പുഴ കാടുണ്ട് നന്നാവും എനിക്കറിഞ്ഞു. ഇവരുണ്ട് 2 മണിക്കൂറായി ഇവിടെ മെനു കൊണ്ട് വെച്ചേക്കണം. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം. അമ്മച്ചി ഫോണൊന്ന് വെച്ചാൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ബിരിയാണി ബിരിയാണി കഴിക്കാൻ എനിക്കൊരു ബിരിയാണി. നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. അവിടെ ഹിന്ദിക്കാർ നടത്തുന്ന റെസ്റ്റോറൻറ്റ്. 3 പേരും കൂടെ വരുമോ വണ്ടി? ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി കഴിച്ചു. വയറ് നിറഞ്ഞിപ്പോ അനങ്ങാൻ വയ്യ, നടക്കാൻ വയ്യ. ഇവള് നടക്കാത്തോടാണ് വണ്ടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അതെ അതെ, ഞങ്ങളൊക്കെ നടന്ന് 6-7 കിലോമീറ്റർ ഒക്കെ. ഹോസ്റ്റലിൽ വണ്ടിയില്ലല്ലോ, നമ്മളൊക്കെ നടന്ന് പഴകിച്ചു. നടക്കാൻ വയ്യ, പൈസയില്ല. ജിമ്മിൽ പോയിട്ട് കാല് ഭയങ്കര വേദന. നമുക്ക് ജിമ്മിൽ പോകുന്ന കാലും കുഴപ്പമില്ല, കയ്യും കുഴപ്പമില്ല, എനർജിയും ഉണ്ട്. ജിമ്മിൽ പോയാലും ഞാൻ 2 ദിവസം ആയുള്ളൂ പോകാൻ തുടങ്ങിയിട്ട്. ഉളുപ്പില്ലാത്തവളെ. എന്നിട്ടാണ് എടി ദിവസം ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ലടി. അതൊന്നും നീ ദിവസം ചെയ്യാത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര ദിവസം ഞാൻ നടു ഇടിച്ച് വീണ് കിടന്നത് വല്ലതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാ? ഞാൻ നടുവും വയ്യാതെ വീട്ടിൽ 1 മാസം ബെഡ് റെസ്റ്റ് ആയിട്ട് കിടന്നത് നിങ്ങൾക്ക് അറിഞ്ഞാ? കയ്യിരിപ്പുണ്ടോ? കയ്യിരിപ്പ് നല്ലതല്ലെങ്കിൽ ഇങ്ങനെ പലതും നടക്കും. നമുക്കൊന്നും ഒരു കുഴപ്പം വരുന്നില്ലല്ലോ. എനിക്കിതൊന്നും കിട്ടിയാ പോരാ. എന്നെ കളഞ്ഞിട്ട് പോണതൊക്കെ. കഴിച്ചത് ഫുള്ളി നടന്ന് അവിടെ ഈ സ്പോട്ട് വരെ എത്തുമ്പോഴത്തേക്കും തീരും. എന്നെ പൊന്നെ കഴിച്ച് വിളിക്ക് പ്രാന്താണ്. തൊട്ട് ഫ്രണ്ട് കാണിച്ചത് നിനക്ക് മനസ്സിലാവുന്നത്. അങ്ങോട്ട് കാണിച്ചോട്ടെ. ഭ്രാന്തിന് 2 കൈയും 2 കാലും പിന്നെ ഒരു ചപ്പറ മൂക്കുമുള്ള ഒരു സാധനമാണിത്. കൊല്ലട്ട ഇതിന്. അണ്ണാച്ചി എല്ലാ തമിഴന്മാരും ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കാം. നീ ഞങ്ങളുടെ അണ്ണാച്ചിയല്ലേ? ഉറപ്പരുത്. അണ്ണാച്ചി ഫാൻസ് അസോസിയേഷൻ.
നേരത്തെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേ ഇവിടെ വലിയ അവർ ഓരോരുത്തരായിട്ടേ വരുള്ളൂ. അപ്പൊ എന്നെ വിളിക്കും. ഞങ്ങൾ 3 മണിയായി ഞങ്ങളിത് ഇവിടെ കമ്മലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് കമ്മൽ വാങ്ങണം, കുപ്പിവെള്ളം മേടിക്കണം. അതിനൊക്കെ ആയിട്ട് ഇതാ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞൂടെ. പക്ഷെ കഴിഞ്ഞ വർഷം ഞാനവിടെ ഗിഫ്റ്റിന് മേടിച്ചപ്പോഴത്തേക്കും ആകെ 12 രൂപ ഉണ്ടായിരുന്നുള്ളൂ കുപ്പിവെള്ളക്ക് ഒരു സെറ്റിന്. ഓ, ഒരു സെറ്റ് എത്ര ഉണ്ടായിരുന്നു? 12 എണ്ണോ? 12 രൂപ ഉണ്ടായി. 12 രൂപ 20 രൂപയെന്തോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ചോദിച്ചു നോക്കായിരുന്നു. കടയുടെ അടുത്ത് എത്തണ്ടേ? ഇവിടെ കമ്മല് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പോലും ഞാൻ ഉദ്ദേശിക്കണ ടൈപ്പ് സാധനം കിട്ടുന്നില്ല. ഇവിടുത്തെ കമ്മലൊക്കെ വെറും കിട്ടു സാധനങ്ങൾ. പക്ഷെ എൻ്റെ സാരിക്ക് പറ്റിയ അത് എനിക്ക് കിട്ടുന്നില്ല. അണ്ണാച്ചി ഓടി നടന്ന് തപ്പല്. ഇവിടെ അവള് മേടിക്കും. അത് വളം നല്ല മഴ. അണ്ണാച്ചി എപ്പോഴും ഫ്രണ്ടേ പോണോണ്ടാണ് അണ്ണാച്ചി മാത്രം ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത്. നമ്മൾ രണ്ടും മാത്രമുണ്ട്. അവൾ ഫ്രണ്ടിൽ കൂടെ ഓടും, പറക്കും. അതിൻ്റെ ഒരു വീഡിയോ എടുക്കണ്ടേ? ഇപ്പം എടുക്കണ്ട. ഓടണം ഓട്ടം കണ്ട. ഇനി നമ്മളെപ്പം കാണും? അടുത്ത 2026 കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 15 കണ്ട്. ഇന്ന് ഏപ്രിൽ അല്ല, ഓഗസ്റ്റ് ആണ്. ഓണത്തിനല്ല നമ്മൾ കണ്ടത്. ഇത് ഓഗസ്റ്റ് പോയി മറ്റേ. ഇന്ന് ഓഗസ്റ്റ് 16. ഇനി അടുത്ത കൊല്ലം ഓഗസ്റ്റ് ആകുമ്പോൾ കാണും. ഒരു വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഇനി അടുത്ത വർഷം അടുത്ത വർഷത്തെ വ്ളോഗിൽ കാണാം. അടുത്ത ഓണം ഷോപ്പിങ്ങിന് കാണും. നല്ല തലവേദന. ഇത്രയും വെയിലും കൊണ്ട് നടന്നിട്ടാണെന്ന് തോന്നുന്നു. അവള് കാരണം ഞങ്ങൾക്ക് ആ തലവേദന. ബൈ ഗൈസ്, ഞങ്ങൾക്ക് ഇനിയും പരിപാടിയുണ്ട്. ഈ ജന്തുവിനെ എങ്ങോട്ടെങ്കിലും ഓടിച്ചു വിട്ടിട്ട് ഞങ്ങളിപ്പോൾ വണ്ടി കയറി പോകും. എന്നെ കളയുന്നവര് ഇവർക്ക് വേണ്ട. അവൾക്ക് വന്നപ്പോൾ തൊട്ട് വീട്ടിൽ പോയാൽ മതി. വീട്ടിൽ പോയപ്പോൾ പോകാൻ തോന്നണേ ഇല്ല. എൻ്റെ കൂടെ വീട്ടിൽ കൊണ്ട് എനിക്ക് എത്തും. അങ്ങനെ വീട്ടിൽ ചോടി പുറത്താൻ ആലോചിക്കാണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടുകാർ എന്നെ വിളിച്ചാണ്ട് പോകും. നമുക്ക് വേറെ കിട്ടിയില്ലേ? നിർത്തിക്കൂടി. ബൈ. ശരി എന്നാ പോണ് ഗൈസ്. ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങൂല. ആദ്യം പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനും അമൃതയും കൂടെ ലോറിയിലാട്ടോ പോയത്. കുറച്ച് സാധനങ്ങൾ നോക്കാനായിട്ട്, വളയൊക്കെ നോക്കാനായിട്ടാണ് എന്നെ മെയിനായിട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി. അവളെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞാൻ പിന്നെ നേരെ നെടുമങ്ങാട് എന്നുള്ളൊരു ഫാൻസിയിലോട്ടാട്ടോ പോയത്. ഗിഫ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ എനിക്ക് ആവശ്യമുള്ള വളയും ഒരു മോതിരമൊക്കെ ഞാൻ എടുത്തായിരുന്നു. അതും എടുത്ത് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി.